ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കഥ അല്പം പേടിപ്പെടുത്തുന്നതും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതുമായ കഥയായിരിക്കാം. ഒരു ഹൊറർ സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബിജു എന്ന ഒരാൾക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ കഥയാണ്. നിങ്ങൾ ഓജോ ബോർഡിനെ പറ്റി കേട്ടിട്ടില്ലേ? ആത്മാക്കളുമായി സംസാരിക്കുവാൻ ഒരു മാധ്യമമായി കണക്ക് കൂട്ടുന്ന അക്ഷരങ്ങളും അക്കങ്ങളും സിംബലുകളും നിറഞ്ഞ ആ ബോർഡ് 1800കളുടെ തുടക്കത്തിലാണ് ഈ ഗെയിം അല്ലെങ്കിൽ ഈ വിനോദം നിലവിൽ വന്നത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. ഫ്രഞ്ച്, ജർമ്മനി ഭാഷകളിൽ നിന്നും 2 പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ഓജോ എന്ന ഈ പേര് ആ ബോർഡിന് നൽകി എന്നാണ് പലരും പറയുന്നത്. ഓയ് ജെ എന്നീ വാക്കുകൾക്കും 2 ഭാഷയിലും ഒരർത്ഥം തന്നെയാണുള്ളത്. യെസ്, എന്നാൽ പലരും പറയുന്നത് അതിന് ആ പേര് വന്നത് അങ്ങനെയല്ല എന്നാണ്. ഹെലൻ പീറ്ററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയ എലീജ ബോണ്ടും ഇവർ ഒരുമിച്ച് ചേർന്ന് ഓജോ ബോർഡ് കളിക്കുകയും അതിൻ്റെ പേര് അതിനോട് തന്നെ ചോദിക്കുകയുമായിരുന്നു ചെയ്തത്. അപ്പോൾ ബോർഡ് അവർക്കുള്ള ഉത്തരമായി നൽകിയത് ഓജോ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ ആ ബോർഡിനോട് ചോദിച്ചു. അപ്പോൾ ബോർഡ് അതിൻ്റെ മറുപടി നൽകിയത് ഇതാണ്: ഗുഡ് ലക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് കഥകളാണ്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഡാർക്ക് മോഡ് ലൈഫ് ഓഫ് സ്നൈപ്പർ സ്കൂൾ. വർഷം 2006. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂൾ തുറന്നിട്ട് വലിയ ദിവസമൊന്നുമായില്ല. ട്യൂഷനും സ്കൂളുമായി എൻ്റെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നേരം പുലർന്ന് 7 മണിയാകുമ്പോഴേക്കും ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലണം. അവിടെ നിന്നും സ്കൂളിലേക്ക്, പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വീണ്ടും ട്യൂഷൻ സെൻറ്ററിലേക്ക്, പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം 6 മണിയാകും. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് ഞാൻ 4 മണിക്ക് വീട്ടിലുണ്ടായിരിക്കുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് ഇതല്ലേ, ശനിയും ഞായറും എവിടെയാണ് സ്കൂളിരിക്കുന്നതെന്ന്. എന്നാൽ സ്കൂളിലല്ല, ഞാൻ ട്യൂഷൻ സെൻറ്ററിലാണ് പോകുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. 4 മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. അപ്പോഴേക്കും ശ്യാമചേച്ചി വീട്ടിലുണ്ടായിരിക്കും. അമ്മയും ചേച്ചിയും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ചേച്ചി ഒരു കാര്യം പറഞ്ഞത്, ഓജോ ബോർഡിനെ പറ്റി. ഞാനപ്പോൾ ചോദിച്ചു എന്താണ് അതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തുവാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന്. അന്നൊക്കെ എനിക്ക് ഈ പ്രേതപ്പടങ്ങൾ കാണുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഭയം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ് കിടക്കുന്നത്. രാത്രിയാകുമ്പോഴേക്കും ഞാൻ വല്ലാതെ പേടിക്കും. അതുകൊണ്ടൊക്കെ ഞാൻ അന്ന് ഈ പ്രേതപ്പടങ്ങളെല്ലാം കാണുന്നതിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ അപരിചിതൻ എന്ന ആ സിനിമ കണ്ടിട്ടില്ലേ, മമ്മൂട്ടിയുടെ അപരിചിതൻ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനങ്ങനെ പ്രേതപ്പടം ഒന്നും കാണാറില്ല. അങ്ങനെ വീട്ടിൽ വെക്കുകയാണെങ്കിലും ഞാൻ അവിടെ നിന്നും മാറി എൻ്റെ മുറിയിലേക്ക് പോകും. എൻ്റെ കാര്യങ്ങൾ നോക്കി അവിടെ അങ്ങനെ ഇരിക്കാറാണ് പതിവ്. ചേച്ചി അത് എടുത്തു പറയാൻ കാരണമുണ്ടായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച 4 മണിയാകുമ്പോഴേക്കും TV-യിൽ അപരിചിതൻ സിനിമ ഉണ്ടെന്നും ചേച്ചി എന്നോട് പറഞ്ഞു. നീ പറ്റുകയാണെങ്കിൽ അതൊന്ന് കാണും എന്നും ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു. പക്ഷേ ചേച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാൻ തുടങ്ങിയപ്പോൾ എനിക്കും ആ സിനിമ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഓജോ ബോർഡിനെ പറ്റി കേട്ട കഥകൾ കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ പോയി ഒരു പേപ്പറും പേനയും എല്ലാം എടുത്തുകൊണ്ട് വരുവാൻ. അങ്ങനെ ഞാൻ ഒരു വലിയ കഷ്ണം പേപ്പറും പേനയും സ്കെയിലും എല്ലാം ചേച്ചിക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. അല്പസമയത്തിന് ശേഷം ചേച്ചി ആ ഓജോ ബോർഡ് അതിൽ വരച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഓജോ ബോർഡ്, ഇങ്ങനെയാണ് ഓജോ ബോർഡ് ഇരിക്കുന്നതെന്ന്. എനിക്ക് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ചുറ്റും അക്കങ്ങളും അക്ഷരങ്ങളും എഴുതി വെച്ചിരിക്കുന്നു. നടുക്ക് ഒരു റൗണ്ട് വരച്ചിരിക്കുന്നു. 2 ആരകൾ എസ്സും നോയും അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ചേച്ചി ഈ കാര്യം എൻ്റെ അമ്മയോടും അനിയനോടും അതുപോലെ ആൻറ്റിയോടും എല്ലാം പറഞ്ഞിരുന്നു. അവരെല്ലാം ചേച്ചിയെ കളിയാക്കി ചിരിക്കുകയായിരുന്നു ചെയ്തത്. ശ്യാമ ചേച്ചി ഞങ്ങളുടെ അയലത്തുകാരിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചി അപ്പോൾ +1-ലാണ്. ചേച്ചി പിന്നീട് ആ കഥകൾ ഞങ്ങളോട് പറഞ്ഞു. ഈ ഓജോ ബോർഡ്
ഞങ്ങളിങ്ങനെ പേപ്പറിൽ വരച്ചു. അതിനുശേഷം അതിനെ നടുക്ക് ഒരു കോയിൻ വെച്ചു. അപ്പുറവും ഇപ്പുറവും 2 പേരിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നിങ്ങനെ. അങ്ങനെ തുടർച്ചയായി അല്പസമയം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞു തീർത്ത ഉടനെ തന്നെ ആ കോയിൻ പതിയെ അനങ്ങി. പക്ഷെ ചേച്ചി പറഞ്ഞു, അതിനെക്കുറിച്ച് തയ്യാറെടുപ്പുകളെല്ലാം വേണം. സ്കൂളിലായതുകൊണ്ടും ഉച്ചസമയമായതുകൊണ്ടും നിശബ്ദമായതുകൊണ്ടും ഞങ്ങൾ അല്പസമയത്തെ ശ്രമത്തിന് ശേഷമാണത്രേ ഈ കോയിൻ പതിയെ ചലിച്ചു തുടങ്ങിയതെന്ന്. ഏറ്റവും എളുപ്പം ആത്മാക്കൾ വരുന്ന സമയം രാത്രിയിലാണെന്നും ഒരു മെഴുകുതിരിയും കനത്ത നിശബ്ദതയും ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വളരെ വേഗം വരുമെന്നാണ് ചേച്ചിയുടെ സുഹൃത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉയർന്നത് വലിയ പൊട്ടിച്ചിരികളും പരിഹാസങ്ങളുമായിരുന്നു. അത് ചേച്ചിക്ക് വല്ലാതെ കൊണ്ടു. ചേച്ചി പറഞ്ഞു, അല്ല, ഇത് സത്യമാണ്. ബിജു, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചേച്ചിയെ കളിയാക്കി ചിരിച്ചു. ചേച്ചിക്ക് വാശിയായി. ചേച്ചി പറഞ്ഞു, നീ പോയി ഒരു കോയിൻ എടുത്തുകൊണ്ട് വാ, നമുക്ക് ഇപ്പോൾ തന്നെ നോക്കിക്കളയാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഞങ്ങളുടെ സിറ്റൗട്ടിൽ പോയിരുന്നു. ചേച്ചി ആ പേപ്പർ നടുവിലായി വിരിച്ചിട്ടു. അതിൻ്റെ നടുവിൽ ഞാൻ കൊണ്ടുവന്ന 1 രൂപയുടെ തുട്ട് വെച്ചു. ചേച്ചിയുടെ കണ്ണിൽ ഞാൻ അന്ന് കണ്ടത് ആകാംക്ഷയായിരുന്നു. എന്നാൽ എനിക്ക് വെറും തമാശയായിട്ടായിരുന്നു അപ്പോൾ തോന്നിയത്. ചേച്ചി എന്നോട് ആ കോയിൻ്റെ പുറത്തേക്ക് കൈവയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആ കോയിൻ്റെ പുറത്തേക്ക് കൈകൾ വെച്ചു. എൻ്റെ ചൂണ്ടുവിരൽ ഞാൻ ആ കോയിൻ്റെ പുറത്തേക്ക് വെച്ചു. ചേച്ചിയും ചേച്ചിയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ആ കോയിനിൽ സ്പർശിച്ചു. അതിനുശേഷം അമ്മയോടും ആൻറ്റിയോടുമെല്ലാം അവിടെ മിണ്ടാതിരിക്കുവാൻ വേണ്ടി പറഞ്ഞു. നിശബ്ദതയാണ് ഇനിയും ആവശ്യമെന്ന്. അതിനുശേഷം ചേച്ചി പതിയെ പറയുവാൻ തുടങ്ങി, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ കുറേ സമയം പറഞ്ഞുകൊണ്ടിരുന്നു. കോയിന് യാതൊരു ചലനവും ഉണ്ടായില്ല. ഇടയ്ക്ക് ചേച്ചി ചോദിച്ചു, വന്നിട്ടുണ്ടോ എന്ന്. ഞാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ചേച്ചി എന്നെ കൈകൊണ്ട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. കോയിന് യാതൊരു അനക്കവുമില്ല. അമ്മയും ആൻറ്റിയും അനിയനും എല്ലാം ഒരുമിച്ച് ചിരിക്കുവാൻ തുടങ്ങി. ചേച്ചിയെ വല്ലാതെ കളിയാക്കി. വീണ്ടും ചേച്ചിയുടെ ശ്രമം തുടർന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞാൻ കൈവച്ചിരിക്കുന്ന ആ കോയിന് പതിയെ അനക്കം സംഭവിച്ചിരിക്കുന്നു. ആ കോയിൻ പതിയെ വിറയ്ക്കുവാനും ചലിക്കുവാനും തുടങ്ങി. ചേച്ചി അപ്പോൾ ആ കോയിനോട് ചോദിച്ചു, വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിന് മറുപടിയായി ആ ബോർഡ് പറഞ്ഞു യെസ് എന്ന്. പതിയെ കോയിൻ എസിൻ്റെ അരികിലേക്ക് ചലിച്ചു. പിന്നീട് പതിയെ ചേച്ചി അതിൻ്റെ പേര് ചോദിച്ചു. പതിയെ ഓരോ അക്ഷരങ്ങളിലായി ആ കോയിൻ പതുക്കെ പതുക്കെ പോയി. ഇത് തന്നെയാണോ നിന്റെ പേരെന്ന് വീണ്ടും ചേച്ചി ചോദിച്ചു. യെസ് എന്ന് ആ ബോർഡ് മറുപടി നൽകി. ആ ബോർഡ് ഞങ്ങൾക്ക് മുന്നിൽ എഴുതി നൽകിയ പേര് ഇതായിരുന്നു, പാർവതി. അങ്ങനെ പതിയെ പതിയെ ചേച്ചി ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇതാണ്, എനിക്കറിയാം ചേച്ചി അനക്കിക്കൊണ്ട് ഓരോ അക്ഷരങ്ങളിൽ കൊണ്ടുവയ്ക്കുന്നതാണെന്ന്. എന്നാൽ പിന്നീട് പോകെ പോകെ അങ്ങനെയല്ല എന്നും ഇതിലെന്തോ സത്യമെല്ലാം ഉള്ളതുപോലെ എനിക്ക് തോന്നി. അത് പറയാൻ ഒരു കാരണമുണ്ട്. ഞങ്ങൾ അന്നത്തെ കളി അവിടെ അവസാനിപ്പിച്ചു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. കോയിൻ്റെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു. പിറ്റേന്ന് ഞായറാഴ്ചയും ഞങ്ങൾ ഓജോ ബോർഡ് കളിക്കുവാൻ ആരംഭിച്ചു. അപരിചിതനിലെ ആ സീൻ വന്ന സമയത്ത് ചേച്ചി കളി അല്പസമയത്തേക്ക് നിർത്തി. എന്നോട് അത് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ സീൻ കണ്ടു. അക്ഷരാർത്ഥത്തിൽ ഞാൻ ധരിക്കുകയും എനിക്ക് ഭയം വല്ലാതെ ഏറുകയും ചെയ്തു. ഞാൻ വീണ്ടും ആ ബോർഡിൻ്റെ അടിയിലേക്ക് പോകുകയും ചേച്ചി വരച്ച ആ പേപ്പറിൽ വീണ്ടും കളി തുടങ്ങുകയും ചെയ്തു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രോമാഞ്ചം സിനിമയിൽ സോബൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഗ്ലാസ് അനക്കുന്നത് അവൻ്റെ കൂടെ ഇരിക്കുന്ന അവൻ്റെ സുഹൃത്താണെന്ന്. ആ സുഹൃത്ത് കരുതും അത് സോബിനാണെന്ന്. അങ്ങനെയുള്ള ചിന്തയായിരുന്നു എനിക്ക് ആ സമയം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രോമാഞ്ചം സിനിമ കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ആ സിനിമ കണക്ട് ചെയ്യുവാൻ പറ്റിയിരുന്നു. ഞാൻ പറഞ്ഞ കഥയിലേക്ക് വരാം. അന്നത്തെ ദിവസം ചേച്ചി വിളിച്ചപ്പോൾ വന്നിരുന്നത് ദിവ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കാര്യങ്ങളും അവരുടെ വയസ്സും നാടും വീടും എല്ലാം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മാമൻ അവിടേക്ക് കടന്നു വന്നത്. എന്താണ് ഇവിടെ പരിപാടി എന്ന് മാമൻ ചോദിച്ചു. മാമൻ്റെ ബൈക്ക് അപ്പോൾ അപ്പുറത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ മാമനോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ആത്മാവാണ്, എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം നൽകുമെന്ന്. അപ്പോൾ എടുത്ത വായിൽ മാമൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിയണമല്ലോ എന്ന്. മാമൻ പറഞ്ഞു, എന്നാൽ എൻ്റെ വണ്ടിയുടെ നമ്പർ എത്രയാണെന്ന് പറയുവാൻ കഴിയുമോ എന്ന്. പതിയെ പതിയെ കോയിൻ ചലിക്കുവാൻ തുടങ്ങി. ഓരോ അക്കങ്ങളിലേക്കും അക്ഷരങ്ങളിലേക്കും അത് പോയി. വണ്ടിയുടെ നമ്പർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ആ സമയം മുതലാണ് എൻ്റെ മനസ്സിലേക്ക് ഭയം കയറി വരുവാൻ തുടങ്ങിയത്. കാരണം ചേച്ചിക്ക് ഇപ്പോൾ ആ വണ്ടി കാണാൻ സാധിക്കത്തില്ല. കാരണം അത് വീടിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുകയാണ്. ചേച്ചി ഇതിനു മുന്നേയും ആ വണ്ടി കണ്ടിട്ടില്ല. ആ വണ്ടി നമ്പർ കാണാതെ അറിയത്തുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി ആ ബോർഡിൽ അത് രേഖപ്പെടുത്തിയത്? പിന്നെ മാമന് ആവശ്യമായ പല കാര്യങ്ങളും ആ ബോർഡിനോട് ചോദിക്കുകയും അറിയുകയും എല്ലാം ചെയ്തു. ഇതിന് പിന്നിലെ തത്വം എന്താണെന്ന് ഇന്നും എനിക്കറിയില്ല. ആ നമ്പർ എങ്ങനെയാണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല. അതിനുള്ള ഒരു ഉത്തരവും എൻ്റെ കയ്യിൽ ഇന്നുമില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഇതിലെന്തൊക്കെയോ സത്യമില്ലേ? ഇവിടെ കൊണ്ടൊന്നും കളി അവസാനിച്ചില്ല. ഞാൻ എൻ്റെ സ്കൂളിലും എൻ്റെ കൂട്ടുകാരുടെമെല്ലാം ഈ കഥ പറഞ്ഞിരുന്നു. അവരാരും വിശ്വസിച്ചില്ല. കൂട്ടുകാർ പറഞ്ഞത് പ്രകാരം ഞാൻ ക്ലാസ് റൂമിലിരുന്ന് ഒരു പേപ്പറിനകത്ത് അക്കങ്ങളും അക്ഷരങ്ങളും എഴുതി എസ്സും നോയും എല്ലാം വരച്ചു. ഞങ്ങൾ ഉച്ച സമയത്തെ ബ്രേക്കിന് അവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുവാൻ തീരുമാനിച്ചു. കോയിൻ വെച്ചു ഞങ്ങൾ പതിയെ വിളിക്കുവാൻ തുടങ്ങി. എന്നാൽ കോയിന് യാതൊരു ചലനവും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അന്ന് ചേച്ചി പറഞ്ഞായിരുന്നു നിശബ്ദമായിരുന്ന് വിളിച്ചെങ്കിൽ മാത്രമേ വരികയുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും നടന്നു. ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ അപ്പുറത്തുകൂടി കടന്നു പോകുന്ന ഒരു ഇടവഴിയിലൂടെ നടന്ന് ഒരു മൈതാനത്തേക്ക് എത്തിച്ചേർന്നു. വിജനമായി കിടക്കുന്ന മൈതാനമാണ്. അതിന് നടുവിലിരുന്നു കൊണ്ട് ഞങ്ങൾ വീണ്ടും വിളിച്ചു, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പതിയെ കോയിൻ അനങ്ങുവാൻ തുടങ്ങി. അതുവരെയും ഞാൻ കരുതിയിരുന്നത് എല്ലാം തെറ്റായിരുന്നുവെന്നും ഇങ്ങനെയൊരു സംഭവം സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ വളരെ വേഗം കോയിനിൽ നിന്നും കൈയെടുത്തു. കോയിൻ്റെ ചലനം അവസാനിച്ചു. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ ഇത് ചുമ്മാതെ തമാശയാ, ഇത് ഇവൻ തന്നെ അനക്കുന്നതാ എന്നെല്ലാം പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ അനക്കിയതൊന്നുമല്ല, ഇത് തന്നെ അനങ്ങിയതാണെന്ന്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ വീണ്ടും അതിനെ പറഞ്ഞയച്ചു. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ആ പറമ്പിൽ നിന്നും എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് എത്തിയാൽ മതി എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായത്. ഞാൻ എൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വളരെ വേഗം അവിടുന്ന് പോകുവാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും വീണ്ടും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയിരുന്നു. പിറ്റേന്ന് ഉച്ച സമയമായപ്പോഴേക്കും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ചു നോക്ക്, ഇനിയും ഞാൻ വിളിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും വിളിച്ചുകൊണ്ട് വീണ്ടും ആ തുറസായി കിടക്കുന്ന ആ മൈതാനത്തിലേക്ക് പോയി. അവിടെ ആളോ അനക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സമീപത്ത് യാതൊരു വീടുമില്ല. അതുകൊണ്ട് തന്നെ തികഞ്ഞ നിശബ്ദതയാണ് അവിടെ അനുഭവിക്കുവാൻ കഴിയുന്നത്. ചുറ്റും തെങ്ങും തോപ്പുകൾ മാത്രം. അങ്ങനെ ഞങ്ങൾ വീണ്ടും പതിയെ അവിടേക്ക് പോയി. അവിടെ അല്ലായിരുന്നു ഞങ്ങളിരുന്നത്, അതായത് ആ മൈതാനത്തിൻ്റെ നടുവിലല്ലായിരുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞങ്ങളിരുന്നത്. അവിടേക്ക് പേപ്പർ വയ്ക്കുകയും കോയിൻ നടുക്ക് വയ്ക്കുകയും എൻ്റെ 2 സുഹൃത്തുക്കൾ ചേർന്ന് വിളിക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം പതിയെ കോയിൻ അനങ്ങി. ആ കോയിൻ പതിയെ ചലിച്ച് എസ്സിലേക്ക് പോയി നിന്നു. അതോടെ ഇതിലെന്തൊക്കെയോ സത്യമുള്ളതായി വീണ്ടും തോന്നി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് അവരോട് ബൈ പറഞ്ഞിട്ട് ഞാൻ പതിയെ ക്ലാസ്സിലേക്ക് പോയി. കാരണം ഇതാണ്, ചുറ്റുപാടുമുള്ള അന്തരീക്ഷം വല്ലാതെ മാറുന്നത് പോലെ എനിക്ക് തോന്നി. വല്ലാത്ത ഒരു നിശബ്ദത എനിക്കവിടെ അനുഭവിക്കുവാൻ കഴിഞ്ഞു. കാറ്റ് പോലും ആ സമയം അവിടേക്ക് വീശിയില്ല. ഇലകളൊന്നും അനങ്ങിയില്ല. കാക്കകളോ കിളികളോ കരയുന്ന ശബ്ദം കേൾക്കാനില്ല. കനത്ത തളം കെട്ടിയ നിശബ്ദത മാത്രമാണ് അപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിച്ചത്. എൻ്റെ നെഞ്ചെടുപ്പ് വല്ലാതെ ഉയരുന്നതും അതെൻ്റെ കാതുകളിലേക്ക് വന്ന് പതിക്കുന്നതും ഞാൻ വ്യക്തമായി ആ സമയം കേട്ടു. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ അവിടെ നിൽക്കുവാൻ സാധിക്കും? ഞാൻ പതിയെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ക്ലാസ്സിലേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ ഓടിപ്പാഞ്ഞ് അവിടേക്ക് വന്നു. അവരവിടെ നടന്ന സംഭവം എന്നോട് വർണ്ണിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പോയ പുറവിന് അത് സംസാരിച്ചു. ഞങ്ങൾ അതിനോട് പേര് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ പേര് ഗൗരി എന്നാണ്. നീ പറഞ്ഞതിൽ എന്തൊക്കെയോ വാസ്തവമുള്ളതായി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് നടന്നത് ഇതാണ്. അവൻ ചോദിച്ചു, എവിടെയാണ് വീട്? അപ്പോൾ അത് മറുപടി നൽകിയത്രേ, കോട്ടയം. എങ്ങനെയാണ് മരിച്ചത്? ആത്മഹത്യയായിരുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, അവളുടെ കാമുകൻ അവളെ ചതിച്ചെന്നും പിന്നീട് ആത്മഹത്യയല്ലാതെ അവൾക്ക് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല എന്നും പിന്നീട് അവർ ചോദിച്ച കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അവനോട് പകയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് എസ് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി കില്ലെന്നായിരുന്നു. നിനക്കിപ്പോൾ എന്താണോ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് മറുപടി നൽകിയത് ഇതാണ്, ബ്ലഡ്. അത് കേട്ടതും എൻ്റെ സുഹൃത്തുക്കൾ വല്ലാതെ ഭയന്നു. അവർ പെട്ടെന്ന് അതിനെ പറഞ്ഞു വിടുവാൻ ശ്രമിച്ചു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. എന്നാൽ ആ കോയിൻ്റെ ചലനം അവസാനിച്ചില്ല. അത് എസിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവർ വീണ്ടും ഓജോ ബോർഡിനോട് സംസാരിച്ചു. എന്താണ് പോകാത്തതെന്ന് വീണ്ടും ചോദിച്ചു. വീണ്ടും അതിൻ്റെ മറുപടി ബ്ലഡ് എന്ന് തന്നെയായിരുന്നു. അവിടേക്ക് പോയ ആ 4 പേരും വല്ലാതെ ഭയക്കുകയും വേർക്കുകയും ചെയ്തു. പിന്നീട് അവർ കളി അവസാനിപ്പിച്ചു. അതിനെ പറഞ്ഞു വിടാതെ അവർ എങ്ങോട്ടെന്നില്ലാതെ ഓടിയകന്നു. അങ്ങനെ ഓടിപ്പാഞ്ഞെത്തിയതാണ് ഇവിടെ. ഇതിന് പരിഹാരം എന്താണെന്ന് എന്നോട് അവർ ചോദിച്ചു. എനിക്കിതിൻ്റെ പരിഹാരമൊന്നും അറിയില്ല എന്നും ഞാനും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും അവരോട് പറഞ്ഞു. അന്ന് തൊട്ട് ചെറിയ ഭയം എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിരുന്നു. എനിക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമായിരുന്നു. പിന്നീട് അനിയനെ കൂട്ടുവിളിച്ച് അവൻ്റെ ഒപ്പമായിരുന്നു പിന്നീടുള്ള ദിനങ്ങളിൽ ഞാൻ എൻ്റെ റൂമിൽ കഴിച്ചു കൂട്ടിയത്. അങ്ങനെ വീണ്ടും മറ്റൊരു ശനിയാഴ്ച കൂടി വന്നെത്തി. ശ്യാമ ചേച്ചി വീണ്ടും വീട്ടിലേക്ക് എത്തി. ബിജുവേ, നമുക്ക് ഒന്നുകൂടി കളിച്ചാലോ ഓജോ ബോർഡ് എന്നെന്നോട് ചോദിച്ചു. ഞാൻ ധൈര്യം അഭിനയിച്ചുകൊണ്ട് ചേച്ചിയോട് പറഞ്ഞു, അതിനെന്താ, നമുക്ക് കളിക്കാമെന്ന്. ചേച്ചി എഴുതി വെച്ച പഴയ പേപ്പർ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഭയത്തോടെ കോയിനും. വീണ്ടും ഞങ്ങൾ കളി ആരംഭിച്ചു. ഓരോ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ചേച്ചിക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് അന്ന് കളി അവസാനിപ്പിച്ചു. അടുത്ത ആൻറ്റി നിൽപ്പുണ്ടായിരുന്നു. ആൻറ്റി എന്നോട് ഓജോ ബോർഡിൻ്റെ പേപ്പർ ആവശ്യപ്പെട്ടു. ഞാൻ കൊടുത്തു. എന്തിനാണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. പിറ്റേന്ന് രാവിലെ എൻ്റെ അരികിലേക്ക് ഓടിയെത്തി എന്നോട് പറഞ്ഞു, മോനെ, ആ കളി ഇനി നമുക്ക് വേണ്ട. അത് ആപത്ത് പിടിച്ച കളിയാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. അനന്തുവും ഉറങ്ങിയില്ല. അനന്തു ആൻറ്റിയുടെ മകനാണ്. അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അന്ന്. ശരിക്കും ആൻറ്റി അതുവരെ കരുതിയിരുന്നത് ഞാനും ചേച്ചിയും കൂടി കളിക്കുന്ന ഒരു നാടകമായിരുന്നു എന്നാണ്. ആൻറ്റി പറഞ്ഞു. രാത്രി 11 മണിയായപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തു. ഓജോ ബോർഡിന് നടുവിൽ കോയിൻ വെച്ചു. ഞങ്ങൾ പതിയെ വിളിച്ചു, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പതിയെ മെഴുകുതിരി നാളം ഒന്നനങ്ങി. കോയിൻ പതിയെ ചലിച്ച് എസിൽ പോയി നിന്നു. ഞങ്ങൾ അതിൻ്റെ പേരും വീടും കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ വീണ്ടും അതിനോടുള്ള ചോദ്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വീണ്ടും മുന്നിലേക്ക് പോയപ്പോൾ ഞാൻ പതിയെ ആ ബോർഡിനോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഇവിടെയാണെന്ന്. അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞത് എൻ്റെ അരികിൽ നിൽക്കുകയാണെന്നാണ്. കൃത്യമായ സ്ഥാനം വീണ്ടും ചോദിച്ചു. കൃത്യമായി തന്നെ അത് മറുപടിയും നൽകി, എൻ്റെ തൊട്ടരികിൽ. പതിയെ പതിയെ റൂമിൻ്റെ ഭാവവ്യത്യാസം മാറുന്നത് പോലെ തോന്നിയെന്ന് ആൻറ്റി എന്നോട് പറഞ്ഞു. ബാത്റൂമിൻ്റെ വാതിൽ പതിയെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തതുപോലെ തോന്നി. ആൻറ്റി പെട്ടെന്ന് അതിനെ പറഞ്ഞു വിട്ടു. എന്നാൽ അത് പോയോ എന്ന് ആൻറ്റിക്ക് അറിയില്ല. എന്നാൽ രാവിലെ ആകുന്നത് വരെയും ആ ബാത്റൂമിൽ അനക്കങ്ങളും അതിൻ്റെ കതവ് പതുക്കെ തുറക്കുന്നതും അടയുന്നതുമെല്ലാം ആൻറ്റി കേട്ടു എന്ന് എന്നോട് പറഞ്ഞു. അന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ വീട്ടിൽ വെച്ചുള്ള ഓജോ ബോർഡിൻ്റെ ആ കളി അവസാനിപ്പിച്ചു. ശ്യാമ ചേച്ചിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. കാരണം അന്ന് വൈകുന്നേരം ശ്യാമ ചേച്ചിയും വന്നു പറഞ്ഞിരുന്നു, നമുക്കിനിയും ആ കളി വേണ്ട എന്ന്. ശ്യാമ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി വന്നിരുന്നു രാവിലെ. ശ്യാമ ചേച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊട്ടും കേൾക്കുവാൻ സുഖകരമായ ഒന്നായിരുന്നില്ല. അതുകൊണ്ട് ചേച്ചി ഇനിയും ഈ ഓജോ ബോർഡ് കളിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പതിയെ പതിയെ ആ ഓർമ്മകൾ എന്നെ വിട്ടകന്നു പോയി. അതിൻ്റെ കൂടെ ഭയവും പേടിയും. എന്നാൽ രോമാഞ്ചം എന്ന സിനിമ കണ്ടപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകളും ഈ രസകരമായ കാര്യങ്ങളുമെല്ലാം കടന്നു വന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എല്ലാം ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഇന്നും ആ കളി കളിക്കുവാൻ എനിക്ക് ഭയമാണ്. ശരിക്കും ഭയമാണ്. ഓജോ ബോർഡ് സത്യമാണോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ഇതിന് പിന്നിലില്ല. ഇതുവരെയും അങ്ങനെ തെളിയിക്കുവാനും കഴിഞ്ഞിട്ടുമില്ല. പിന്നെ എല്ലാം അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതല്ലേ.
ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും പറയുവാൻ കാണില്ലേ? നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.